ചീപ്പ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന സൈക്കത്തോഫോബിയ എന്ന മാനസിക രോഗത്തിനടിമ. തെറിവിളി കേട്ടിട്ട് ആത്മനിർവൃതി അടയലാണ് അയാളുടെ മെയിൻ ഹോബി. പറഞ്ഞു വന്നത് മറ്റാരെയും പറ്റിയല്ല, ആൽബിച്ചൻ മുരിങ്ങയിൽ പാല എന്ന ഒരാളെ പറ്റിയാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട മുതലാണ് ഈ പറയുന്ന മഹാൻ. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ മഹാൻ പറയുന്നതൊന്ന് കേൾക്കുക. യുദ്ധവിരുദ്ധ നിലപാടെടുത്തത് മൂലം, ലോക സമാധാനത്തിനായി നിലകൊണ്ടത് മൂലം, സ്വാതന്ത്ര്യ പരമാധികാരത്തെ റിപ്പബ്ലിക്കായ പാകിസ്ഥാന്റെ മണ്ണിൽ UN ചാർട്ടർ നിയമങ്ങൾ ലംഘിച്ച് ഇന്ത്യൻ നായ്ക്കൾ അതിക്രമിച്ചു കയറി നിരായുധരായ എൻ്റെ സഹോദരന്മാരെ കൊന്നു തള്ളിയത് ചോദ്യം ചെയ്തത് മൂലം, ഈ അവസരത്തിൽ അമേരിക്കൻ സഖ്യകക്ഷി രാഷ്ട്രമായ പാകിസ്ഥാൻ ഒപ്പം നിന്നത് മൂലം എന്നെ അങ്ങോട്ട് ചിരയ്ക്കാമെന്നാണെങ്കിൽ അമേരിക്കയിലെ പാകിസ്ഥാൻ എംബസിയിൽ രാഷ്ട്രീയ അഭയം സ്വീകരിക്കാനും ആൽബിച്ചൻ സാറിനറിയാം. ഇന്ത്യൻ അതിക്രമത്തിൽ പൊരിഞ്ഞ നിരപരാധികളായ ജീവനുകളുടെ ഉറ്റവർക്ക് സഹിക്കാനുള്ള ക്ഷമ പടച്ചവൻ നൽകട്ടെ. പാകിസ്ഥാനിലെ നിരപരാധികളായ രക്തസാക്ഷികളുടെ ഖബർ വിശാലമാക്കണേ നാഥ. ആമീൻ. മരണപ്പെട്ടവർക്ക് പടച്ചവനെ പരലോകത്തും ഇഹലോകത്തും നീ ബർക്കത്ത് നൽകണേ നാഥ. മുമ്പും ആൽബിച്ചൻ മുരിങ്ങയിൽ പാല എന്ന ഈ പ്രൊഫൈലിൽ നിന്ന് വിഷം വിരമിക്കുന്ന നിരവധി പോസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ബഹുഭൂരിപക്ഷവും ഇന്ത്യയെ അവഹേളിക്കുന്ന രീതിയിലായിരുന്നു. അമേരിക്കയിൽ താമസിക്കുന്ന ആൽബിച്ചൻ മുരിങ്ങയിലിനെ ട്രംപ് പോലും ഇന്ത്യൻ സൈനിക നടപടിയെ പിന്തുണച്ചെന്ന് ചിലർ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അമേരിക്ക പാകിസ്ഥാനോടൊപ്പമാണെന്നും അപ്പോൾ താനും അങ്ങനെയാണെന്നാണ് ആൽബിച്ചന്റെ മറുപടി. മുമ്പും ആൽബിച്ചൻ മുരിങ്ങയിൽ ഇന്ത്യ വിരുദ്ധ പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഇന്ത്യ തന്റെ രാജ്യമല്ലെന്നും ഒരു ഇന്ത്യക്കാരനും തന്റെ സഹോദരന്മാരല്ലെന്നും ഫെബ്രുവരി 20 ഇട്ട പോസ്റ്റിൽ ആൽബിച്ചൻ മുരിങ്ങയിൽ പറഞ്ഞിരുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഈ അടിമ തയ്യാറാണെന്ന് ജനുവരി 24 പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇവനെയൊക്കെ രാജ്യദ്രോഹി എന്നല്ലാതെ മറ്റെന്ത് പേരിലാണ് വിളിക്കേണ്ടതെന്ന് അറിയില്ല. ഇന്ത്യയിൽ ജനിച്ച, അതും കേരളത്തിലെ കോട്ടയം ജില്ലയിലെ പാലാക്കാരനായ മുൻ KSU അംഗമൊക്കെ ആയിരുന്ന ആൽബിച്ചൻ എന്ത് മാനദണ്ഡത്തിലാണ് സ്വന്തം രാജ്യത്തെ ഇങ്ങനെ വൃത്തികെട്ട ഭാഷയിൽ അഭിസംബോധന ചെയ്യുന്നത്? സ്വന്തമായി ഈ വ്യക്തി അദ്ദേഹത്തെ സാർ എന്നാണ് വിളിക്കുന്നത്. അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുമുണ്ട്. അല്ല ആൽബിച്ചായ, എന്തർത്ഥത്തിലാണ് ഈ സാറ് വിളി? അല്ലേലും അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കൂടെ പിടിക്കും. യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമൊക്കെ ആയി നിന്നിട്ട് ഈ മഹാൻ പിന്നീട് പരിഗണന കിട്ടാത്തതിന്റെ പേരിൽ വേറെ പാർട്ടിയൊക്കെ രൂപീകരിച്ചിരുന്നു. എന്നിട്ടാണ് അമേരിക്കയിൽ ചെന്നിട്ട് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നത്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയത്തോട് ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഇയാളുടെ പാസ്പോർട്ട് നിയമപരമായി ക്യാൻസൽ ചെയ്യുകയും ഇന്ത്യയിൽ തിരിച്ചെത്തിച്ച് മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം. ഭാരതത്തിൽ ജീവിച്ച് ഭാരതത്തിന് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ഇവിടെ വളർന്നിട്ട് പുറം നാട്ടിൽ പോയി ഇന്ത്യക്കെതിരെ സംസാരിക്കുകയും ഇന്ത്യയെ അപമാനിക്കുകയും ചെയ്യുന്ന ഇത്തരം നിരവധി ആളുകളുണ്ട്. ഇനി അതിനൊന്നും അവരുടെ നാവോ കയ്യോ ഉയരാതിരിക്കാൻ മാതൃകാപരമായി ശിക്ഷ നൽകണം. ഭാരതത്തിൽ ജീവിക്കുകയും ഭാരതത്തിൽ നിന്ന് പുറത്തുപോയാൽ ഭാരതത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. ന്യൂസ് ഡെസ്ക് IBN മലയാളം.